ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ട മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സബോള ഒരെണ്ണം ചെറുതായി മുറിച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സബോള നല്ലപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടി മൊരിച്ചെടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഗ്രേവി ഒന്ന് ചെറുതായി ജ്യൂസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ചിക്കനാണ്. ചിക്കൻ ഞാൻ ഇതുപോലെ ക്യൂബാക്കിയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും അരിഞ്ഞ് ഇതിലേക്ക് ഇടാം. ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ഞാൻ ഈ ബോൺലെസ് ചിക്കൻ ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ മിക്സിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വേവിച്ചതൊന്നുമല്ല, ചെറുതായിട്ട് ജസ്റ്റ് മുറിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു ഇച്ചിരി എരിവ് മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളമൊക്കെ ഇറങ്ങി ആവശ്യത്തിന് പാകത്തിന് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. ഇനി ഇതൊരു അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ചിക്കനും പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലപോലെ പാകത്തിനായിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ചട്ടുകം വെച്ചിട്ട് തന്നെയാണ് ഇത് ഉടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മാഷർ ഉണ്ടെങ്കിൽ സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചട്ടുകം വെച്ചിട്ട് തന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഈ മിക്സ് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ റോൾ ചെയ്യാനുള്ള പാൻ കേക്കാണ്. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ്. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ച് ചേർക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ മൈദ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് കപ്പിലാണോ മെഷർ ചെയ്തത് ആ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് എണ്ണ ഒന്ന് തടവി കൊടുക്കുകയാണ്. അപ്പോൾ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഈ പാൻ കേക്കിന് അധികം കട്ടി പാടില്ല കേട്ടോ.
നമ്മളിതിലേക്ക് മുട്ട ചേർക്കുന്നത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മറിച്ചിടേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, ആ കളറൊക്കെ മാറി നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാതും ഒന്ന് ചുട്ടെടുക്കാം. ഇനി ഞാൻ ചിക്കൻ എങ്ങനെ റോൾ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ കേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ മസാല വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലത്തെയും ഞാൻ ഉള്ളിലേക്ക് ആക്കി വീണ്ടും റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫില്ലിങ് ഉള്ളിൽ തന്നെ നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ചിക്കൻ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എഗ് വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒരു മുട്ട നന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ്, അതിലേക്ക് മുക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്, അതിൽ കൂടെ കോട്ട് ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുട്ടയെ മുക്കിയിട്ട് അതേ കൈ വെച്ചിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കരുത്. മറ്റേ കൈയും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ബ്രെഡ് ക്രംസിൽ മുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് തന്നെ നമ്മുടെ റോള് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അതിനകത്ത് ഭയങ്കരമായിട്ട് കട്ടകളുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ക്രംസിലും മുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാനിതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോള് ഭയങ്കരമായിട്ട് എണ്ണ പിടിച്ചിരിക്കും. അതുപോലെ തന്നെ ഹൈയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു. അപ്പം മീഡിയത്തിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാ ഭാഗവും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബേക്കറി സ്റ്റൈല് ചിക്കൻ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുമ്പോൾ തന്നെ സൈഡിലൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക്